ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു ചിക്കൻ കറി വെച്ചാലോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, എല്ലാവരും ഇപ്പം വെക്കാൻ തുടങ്ങി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പം ഇത് ലാലേട്ടൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറി, ലാലേട്ടൻ വെക്കുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതിനെല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കുന്നത് ചതച്ചാണ് എടുക്കുന്നത്. അപ്പം ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഉള്ളി വേണം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമുക്കൊരു മുറി തേങ്ങ ചുട്ടെടുക്കണം. അത് ഗ്യാസ് സ്റ്റോപ്പ് വെച്ച് ചുട്ടെടുക്കാം. പിന്നെ കറിവേപ്പില, ഇതെല്ലാം നമുക്കൊന്ന്, കറിവേപ്പില അല്ലാത്ത എല്ലാ സാധനങ്ങളും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ആ ചതച്ച ശേഷം നമ്മൾ ഒരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമുക്ക് കടുകിടാം. അപ്പോൾ ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഞാൻ ആദ്യം ഓർത്ത് ഇത് ഒരു രസമില്ലായിരിക്കും ഇത് കണ്ടിട്ടെന്ന് ഓർത്ത്. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. അപ്പം കടുകിട്ട് പൊട്ടിയ ശേഷം നമുക്കതിനകത്തോട്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പം കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും കൂടെ അങ്ങോട്ട് ഇടുക. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉള്ളി ചതച്ചത്, പച്ചമുളക്, എല്ലാം കൂടെ നമ്മളൊന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി അതിനകത്തോട്ട് നമ്മൾ നല്ല ഒരു നമുക്ക് വഴറ്റുന്ന പരുവുണ്ടല്ലോ, അല്ല വഴന്ന് വന്നു കഴിഞ്ഞാണ് നമ്മൾ ബാക്കി പൊടികളൊക്കെ ചേർക്കുന്നത്. ഇപ്പം എല്ലാം ചതച്ചാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഈ ക്രഷ് ചെയ്യുന്ന ആ പാത്രം ഉണ്ടെങ്കിൽ എളുപ്പം അതിന് ചോപ്പ് ചെയ്തെടുക്കാൻ നല്ലതാണ്, അങ്ങനെ എടുക്കാൻ. ഇതിപ്പം നമ്മളെല്ലാം ഈ ഇടിയൻ കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. അതിനകത്തിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നമ്മളതിനകത്തൊന്നും പുരട്ടിയൊന്നും വെച്ചിട്ടില്ല, വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം ഇത് വഴന്ന് വന്ന ശേഷം നമുക്കിതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനകത്ത് പിന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടുക. മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഗരം മസാല ഇട്ടു. പിന്നെ പെരുംജീരകം വേണം. പെരുംജീരകം പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം, അല്ലാതെ എല്ലാവർക്കും വേണമെങ്കിൽ പൊടിക്കാത്തത് വേണമെങ്കിൽ ഒന്നോടെ ഉള്ളത് വേണമെങ്കിലും ഇടാം. അങ്ങനെയാണ്, അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ്. അപ്പോൾ എൻ്റെ പൊടിച്ചതുള്ളത് കൊണ്ട് ഞാൻ പൊടിച്ചതാണ് ഇട്ടത്. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക്, ഇതിപ്പോൾ ഗരം മസാലയാണ് ഇട്ടത്, എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അതും കൂടെ ഒന്ന് ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടില്ലേ ആ തേങ്ങ ചതച്ചതും കൂടെ വെച്ച് എടുക്കുക. തേങ്ങ ഈ ഇടിയൻകല്ലിൽ വെച്ച് ഇടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വെച്ചിട്ടൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിൽ നല്ലത് ചതച്ച് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചുട്ട തേങ്ങയാണ്. തേങ്ങ കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ കഴുകി അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസെല്ലാം കൂടെ അതിനകത്തിട്ടിട്ട്, ചെറിയ പീസായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പം ഞാൻ നേരത്തെ വേറെ കറി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന പീസായതുകൊണ്ട് ഇത് വലിയ പീസായിരുന്നു. പിന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അത് വീണ്ടും ഒന്ന് ചെറുതാക്കാനൊന്നും പോയില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ അങ്ങ് ഞാൻ ഇങ്ങോട്ട് പിന്നെ നമ്മൾ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത്. ഈ തേങ്ങയുടെ എണ്ണയും പിന്നെ ഈ ചിക്കനകത്തുള്ള വെള്ളവും എല്ലാം കൂടെ ഇറങ്ങി നല്ലതായിട്ട് വെന്ത് വരാനുള്ള വെള്ളമുണ്ട്. പിന്നെ അഥവാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ഒഴിക്കുക. അതായത് വെന്തില്ല എന്നുള്ള വേകാനുള്ള വെള്ളം ചിക്കനകത്ത് തന്നെ കാണും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ എണ്ണയും വെള്ളവും എല്ലാം കൂടെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇത് ഇപ്പം കറക്റ്റായി വെന്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് ഇതിന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ.
ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.